കർത്താവിൻ്റെ പരിശുദ്ധമായ മനോഹരമായ ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേർഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറും. പ്രതികൾ എപ്പിസോഡ് നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹരിയാനയുടെ ഭാഗത്ത് എയർഫോഴ്സിൽ ജോലി ചെയ്തിരിക്കുന്ന ദിബു എന്ന പ്രിയ സഹോദരനാണ്. ദൈവം തനിക്ക് കൊടുത്ത നന്മയ്ക്കൊത്തവണ്ണം ദൈവസ്ഥനൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ പ്രിയമകനെ ദൈവം തോന്നിച്ചു. അതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തൻ്റെ ദാസനിലൂടെ ദൈവം ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഈ പ്രേക്ഷകരുടെ അടുക്കിലേക്ക് വചനം എത്തിക്കുവാൻ ദൈവം ആ മകനെ സഹായിച്ചു. ആ മകന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തിന് വേണ്ടി. പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, ദിബു എന്ന മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. താൻ ഉപജീവനത്തിൻ്റെ മണ്ഡലത്തിൽ എയർഫോഴ്സിൻ്റെ മേഖലയിൽ കർത്താവെ ജോലിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരിക്കണം. ഒരു ക്രമേടിയ അവസ്ഥകളിലും താൻ നിൽക്കുന്ന സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം പ്രിയമകൻ അനുകൂലമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ യാത്രകളൊക്കെ അനുഗ്രഹിക്കണം കർത്താവെ. തനിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മയും എൻ്റെ ദൈവം കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു നന്മയ്ക്കും എൻ്റെ കർത്താവ് മുടക്കം വരുത്തരുത്, ഒരു അനുഗ്രഹങ്ങൾക്കും എൻ്റെ കർത്താവ് കുറവ് വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് അനേക രാജ്യങ്ങൾ, അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് കർത്താവ് തകർന്നിരിക്കുന്ന പലർക്കും, രോഗികളായി പലർക്കും ഒരു ആശ്വാസത്തിന് കാരണമാക്കിയിരുന്നു. അതിൻ്റെ പ്രതിഫലം ആ മകനും അനുഭവിക്കട്ടെ. അതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ മനോഹരമായ പകൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകലിലും വീണ്ടും നമുക്കൊരുമിച്ച ഈ എപ്പിസോഡിലൂടെ കടന്നു വരുവാൻ, കാണുവാൻ, ദൈവവചനം ശ്രവിക്കുവാൻ നിങ്ങൾക്കും എനിക്കും ഒരിക്കൽ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമുക്കെല്ലാവർക്കും അനുഗ്രഹം ധാരാളമായി നൽകട്ടെ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറഞ്ഞ സ്ഥലം പോരാതെ വരുമ്പോഴും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ എന്ന് ചോദിച്ച അതേ ദൈവത്തിൻ്റെ അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തത്, അവൻ തൻ്റെ തലമുറകൾക്ക് കൈമാറിയത് ഇന്ന് പകൽക്കാലം നമുക്കും സ്വർഗം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വചനം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഈ പകൽക്കാലം നമുക്ക് ശ്രദ്ധിക്കാം. വചനം എവിടെയൊക്കെ ചരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിടുതൽ വെളിപ്പെട്ടിട്ടുണ്ട്. വചനത്തിൻ്റെ ശക്തി ചെറുതല്ല, പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെ. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, തൻ്റെ വചനം താൻ അയച്ച പ്രവൃത്തി ചെയ്യാതെ അത് തിരികെ ഇവിടം വിട്ട് പോകത്തില്ല. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, ലോകം മാറിപ്പോയാലും എൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് പ്രഖ്യാപിച്ച ദൈവം ഇന്ന് പകൽക്കാലം അതേ വചനം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിനൊരു വിടുതലായി മാറട്ടെ. ഇതിൻ്റെ രോഗങ്ങൾ, എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കും, അവർ എഴുന്നേൽക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വചനം അവരെ സൗഖ്യമാക്കാൻ പോകാം. നാഡി ഞരമ്പുകൾക്ക് ബലം ക്ഷയം സംഭവിച്ചിട്ട് ഷുഗർ സംബന്ധമായ അസ്വസ്ഥതകൾ, ഞരമ്പുകൾക്ക് ചലിക്കുവാൻ കഴിയാതെ പലവിധമായ അസ്വസ്ഥതകളാൽ കിടക്കമേൽ കിടക്കുന്ന പല ജീവിതങ്ങളെ ഇന്ന് പകൽ ഈ വചനം എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ്. യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വചനത്തിലുണ്ട്. ആ വചനം ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയായി അത് പരിണമിക്കുവാൻ പോവുകയാണ്. ഒത്തിരിയേറെ വേദപുസ്തകത്തിനകത്ത് രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് പകൽ അത് വെറും ഒരു കെട്ടുകഥയല്ല. ഇതിനകത്തും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽ നീ കേൾക്കുന്ന ഈ നിൻ്റെ റൂമിനകത്ത് അത് ചലിക്കുവാൻ പോവുകയാണ്. കൂട്ടിനാരുമില്ലെങ്കിൽ ഒരുപക്ഷെ നീ ഒറ്റയ്ക്കിരുന്നായിരിക്കാം ഈ വചനം ശ്രദ്ധിക്കുന്നത്. ഞാൻ പറയട്ടെ, കൂട്ടിന് മറ്റാരുമില്ലാതിരിക്കാം, എങ്കിലും നിൻ്റെ അരികിലെത്തുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഇപ്പോൾ നീ തിരിച്ചറിയുവാൻ പോവുകയാണ്. ഞാൻ വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് വായിക്കാം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ദൈവത്തിൻ്റെ വചനം സുപരിചിതമാണ്, അറിയുന്ന വേദഭാഗമാണ്. ഒത്തിരി ചിന്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം ധ്യാനിച്ച വചനങ്ങളായിരിക്കാം. എങ്കിലും ഇന്ന് പകൽ 1-2 നല്ല ചിന്തകളെ ഇതിനകത്ത് ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, പല ഹോസ്പിറ്റലിൽ നിന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട്, പല വീട്ടിനകത്ത് രോഗബാധിതനായി വർഷങ്ങളായി രോഗം പിടിച്ച് കിടക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയും, ഈ വചനം നിങ്ങൾക്കെല്ലാം ഒരാശ്വാസമായി മാറാൻ പോകുക.
സ്ട്രോക്കായിരിക്കുന്ന ചിലത് ഇന്ന് പകലത് ചലിക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഈ വചനത്തിലൂടെ നിങ്ങളുടെ പേര് അടുക്കിലേക്ക് ഇറങ്ങി വരട്ടെ. കേൾക്കുക, യെരൂശലേമിൽ ബെഥെസ്ദ എന്ന ഒരു കുളം ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. 5 മണ്ഡപങ്ങളുണ്ട്. നാനാവ്യാധിക്കാർ, കുഷ്ഠരോഗികളുണ്ട്, മുടന്തരുണ്ട്, കുരുടരുണ്ട്, ഊമരുണ്ട്, പലവിധമായ രോഗികൾ, കൂന് പിടിച്ചവർ. ഞാൻ പറയട്ടെ, വൈദ്യന്മാർ കൈവിട്ട സകല രോഗികളും ഈ മണ്ഡപത്തിലുണ്ട്. തുണി അനക്കാനും കുളിക്കാനുമല്ല കിടക്കുന്നത്. പഴയ നിയമത്തിൻ്റെ 8 പ്രമാണത്തിനകത്ത് തമ്പുരാൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു കുളമുണ്ട്. അത് ബെഥെസ്ദ എന്ന കുളമാണ്. ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന രോഗികൾ, അവർ കുളിക്കാനല്ല കിടക്കുന്നത്, നനയ്ക്കാനല്ല കിടക്കുന്നത്, അലക്കാനല്ല കിടക്കുന്നത്, മറിച്ച് അവർ സൗഖ്യം പ്രാപിപ്പാൻ. കാരണം ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. അതാത് സമയത്തൊരു ദൂതൻ ഇറങ്ങും, കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ ആരായാലും ഒരു വ്യക്തിക്ക് സൗഖ്യം കിട്ടും. അതാണ് ആ കുളത്തിൻ്റെ ചട്ടം. ഞാൻ പറയട്ടെ, ദൂതൻ എപ്പോൾ ഇറങ്ങുമോ ഇറങ്ങി കുളം കലക്കും. എവിടെയെങ്കിലും കലങ്ങുന്ന വെള്ളത്തിൽ ആരെങ്കിലും ഇറങ്ങാറുണ്ടോ? ആരും ഇറങ്ങാറില്ല. പക്ഷേ ഈ കുളത്ത് നേരെ വ്യത്യസ്തമാണ്. കലക്കുന്ന സമയത്താണ് ഇറങ്ങാനൊരു ആവേശം. പക്ഷേ നമ്മളെല്ലാം തെളിഞ്ഞ വെള്ളത്തിലിറങ്ങുമ്പോൾ ബെഥെസ്ദ കുളത്തിനകത്തെ കലങ്ങിയ വെള്ളത്തിലിറങ്ങാൻ ജനത്തിൻ്റെ ഇടയിലൊരു വെമ്പല. ഞാൻ പറയട്ടെ, കാരണം അതിനകത്ത് ആദ്യം ഇറങ്ങുന്ന 100 പേരിറങ്ങിയാലും 99 പേര് തിരികെ കയറുമ്പോൾ ഒരുവൻ ജയാളിയായി വീട്ടിൽ പോകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതാണ് കുളത്തിൻ്റെ പ്രത്യേകത. എന്നാൽ പഴയ നിയമത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ജനം വിടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുളത്തിൻ്റെ കരയിൽ വചനം പറയുന്നത് 38 ആണ്ടായി രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. നാനാവ്യാധിക്കാർ, മരുന്നില്ലാത്ത രോഗികൾ പോലും അവിടെ സൗഖ്യമായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശങ്ങളിൽ നിന്ന്, ഞാൻ ചിന്തിക്കുന്ന പല പട്ടണങ്ങളിൽ നിന്നും ഈ കുളത്തിൻ്റെ മണ്ഡപത്തിൽ വന്ന് കിടക്കുക. എന്തിന്? എങ്ങനെയെങ്കിലും എൻ്റെ രോഗം സൗഖ്യമാകണം, എങ്ങനെയെങ്കിലും എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരം വരണം, എൻ്റെ പ്രശ്നം മാറണം, എൻ്റെ ബുദ്ധിമുട്ട് നീങ്ങണം എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ആവേശത്തോടെ എത്രയോ നാളുകളായി, വർഷങ്ങളായി കിടക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട്. സീനിയാരിറ്റി അവിടെയില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ ബലമുള്ളവൻ എന്ത് ചെയ്യും? ആദ്യം ചാടുന്നവന് സൗഖ്യമുണ്ടാവും. അങ്ങനെ ഒത്തിരി പേർ ഇന്നലെ വന്നവർ സൗഖ്യം പ്രാപിച്ചു പോയി. ഇന്ന് വന്നവർ സൗഖ്യം പ്രാപിച്ചു പോകുന്നുണ്ട്. പക്ഷേ നാളുകൾ എത്രയോ വർഷങ്ങളായി കിടക്കുന്ന ഒരു മനുഷ്യൻ അതിനകത്ത് കിടക്കുന്നുണ്ട്. തനിക്ക് മാത്രം താൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് മാത്രം സൗഖ്യമില്ലല്ലോ, എനിക്ക് വേണ്ടി ആരും വഴി മാറുന്നില്ലല്ലോ, എന്നെ ആരും സഹായിക്കുന്നില്ല, എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ. അത് നോക്കണം, എല്ലാവരും എന്നെ കൈവിട്ട് തഴഞ്ഞിരിക്കുന്ന അനുഭവം. അങ്ങനെ ഒരു പായിൽ ഒതുങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യൻ, ബൈബിൾ പറയുന്ന ഒരു ദിവസം യേശു അവനെ കണ്ടു. യേശു അവനെ കണ്ടു. ഇന്ന് പകൽ ഞാൻ പറയാം, ആരും കാണാതെ എല്ലാവരും കൈവിടപ്പെട്ട, എല്ലാവരും ഒതുങ്ങി, പലരും നിന്നെ കണ്ടിട്ടും കാണാത്തവരെ പോലെ, സഹായിക്കാൻ കഴിവുള്ളവർ പോലും സഹായിക്കാതെ നിന്നെ ഒതുക്കി കിടത്തിയ അനുഭവമാണെങ്കിൽ ഞാൻ നിന്നോട് പറയട്ടെ, ഇന്ന് പകൽ നിന്നെ കാണുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. പലരും നിന്നെ കണ്ടില്ലെങ്കിലും, കുടുംബം നിന്നെ കണ്ടില്ലെങ്കിലും, കൂടപ്പറപ്പ് നിന്നെ കണ്ടില്ലെങ്കിലും, കുടുംബക്കാരും കൂട്ടുകാരും നിന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും, ഇന്ന് പകൽ നിന്നെ കാണുന്ന ഒരു യേശുവുണ്ട്. നീ ഇടയിക്കുന്ന റൂമിനകത്ത് നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു കർത്താവ്, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് കരയുന്ന സഹോദരി, നിന്റെ അവസ്ഥയെ കാണുന്ന ഒരു കർത്താവ്, പലതിനെ ഓർത്ത് വാവിട്ട് കരയുന്ന മാതാവേ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ കാണുന്ന ഒരു ദൈവം ഇപ്പോൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകലാ നിന്റെ മുറിക്കകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാണ്, ദൈവശക്തി ഇറങ്ങി വരിക, ദൈവപ്രവൃത്തി നീ അനുഭവിക്കാൻ പോവുക. യെസ്, ആരും നിന്നെ കാണുന്നില്ല. എൻ്റെ ഭർത്താവ് എന്നെ അറിയുന്നില്ല, എൻ്റെ മക്കൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മാതാവും പിതാവും എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് ചിന്തിച്ച് വേദനപ്പെടുന്ന ചില വ്യക്തികൾ, ഒന്നല്ല പലരെയും ദൈവാത്മാവ് കാണുന്നുണ്ട്. ഇന്ന് പകൽ അവരൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സ്പർശിക്കാൻ പോവുക. ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാം. നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, ഇവന് യേശു കണ്ടു. ഞാൻ പറയും, ആർക്കും വേണ്ടാത്തവന് യേശുവിന് വേണം. ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് ജീവിതം ഒടുക്കിക്കളയാനല്ല, ജീവിതം തകർത്ത് കളയാനല്ല, മറിച്ച് നിന്നെ യേശുവിന് വേണം. ഇവന് യേശു കണ്ടിട്ട് ബൈബിൾ എന്നെ പറഞ്ഞു, ഏറിയ കാലമായി കിടക്കുന്നു എന്ന് അവൻ അറിഞ്ഞു. ആരും പറഞ്ഞതല്ല, തമ്പുരാൻ അറിയാം നിന്നെ, ഞാൻ നിന്നെ കാണുന്നില്ല, നിങ്ങളിരിക്കുന്ന വീടിനകത്ത് എനിക്ക് നിങ്ങളെ അറിയത്തില്ല, പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ നിങ്ങളറിയാം, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ നിങ്ങളുടെ അവസ്ഥ അറിയാം. അതാ പറഞ്ഞേ, അവൻ അറിഞ്ഞു. പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലെങ്കിലും ചിലത് അറിയാൻ കർത്താവിനറിയാം. കാരണം ബൈബിൾ പറയുന്നു, അവൻ സർവ്വജ്ഞാനി അത്രേ. അവൻ സർവ്വജ്ഞാനി. അങ്ങനെയാണെങ്കിൽ ചിലത് അവൻ അറിഞ്ഞിട്ടുണ്ട്. കരയുന്ന ജീവിതമേ, തകർന്ന ജീവിതമേ, നിരാശ മാത്രം കണ്ട് തകർന്ന ജീവിതമേ, നിന്നെക്കുറിച്ച് എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട്, നിന്നെ അറിഞ്ഞിട്ടുണ്ട്. ചിലത് ഇന്ന് പകൽ യേശു നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. വിശ്വസിക്കാൻ തയ്യാറാണ് നീ? ചിലത് ഇന്ന് പകൽ യേശു നിനക്ക് വേണ്ടി നിൻ്റെ കണ്ണൂരി തുടയ്ക്കും, നിൻ്റെ വേദന തമ്പുരാൻ മാറ്റും,
നിൻ്റെ ബലഹീനതയ്ക്ക് ഇന്ന് പകൽക്കാലം ഒരു വിരാമം വരാൻ പോവുക. നിൻ്റെ വിഷയങ്ങൾക്കൊരു പകൽ യേശു ഒരു വിരാമം കൽപ്പിക്കാൻ പോവുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇന്ന് പകൽ യേശു നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുക. 38 ആണ്ടായി കിടക്കുക. എത്ര വർഷമായി കിടക്കുന്നു? 38 വർഷം. 1-2 കൊല്ലമല്ല, 5-10 കൊല്ലമല്ല, 38 ആണ്ടായി രോഗം പിടിച്ച് കിടക്കുക. ഒരേ പായി കിടന്ന് പല പായും ചവിട്ടി കയറി, എന്നിട്ടും രക്ഷിപ്പാനോ സഹായിപ്പാനോ ആരും തയ്യാറാകാതിരുന്ന മനുഷ്യൻ എന്തിനാ കിടക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നു, ഉച്ച ഊണ് ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും, ചിലപ്പോൾ അതിനായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്ന നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് അന്നുള്ള ജീവിതം കഴിച്ചു കൂട്ടുന്ന ഈ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചു. 38 അല്ല 48 ആയാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുക. പക്ഷേ ഒരു ദിവസം യേശു കണ്ടിട്ട് മനസ്സറിഞ്ഞിട്ടുണ്ട്. ജന്മം നൽകിയ മാതാവുണ്ട്, നിനക്ക് പിതാവുണ്ട്, കുടുംബമുണ്ട്, കൂട്ടുകാരുണ്ട്, കൂടെപ്പിറപ്പുണ്ട്. പക്ഷേ ആരും നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, എല്ലാവരും കൈവിട്ടില്ലേ? പക്ഷേ ഞാൻ പറയും, എല്ലാവരും കൈവിട്ടാൽ ബൈബിൾ എന്താ പറയുക? യേശയ്യാവ് 49:15 ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കും. അവർ നിന്നെ മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? ആമേൻ. മറക്കുന്ന ദൈവമല്ല, മറക്കാത്ത ഒരു സ്നേഹം ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആമേൻ. ഈ മണ്ഡപത്തിൻ്റെ നടുവിൽ പലരും ഇവനോട് പറഞ്ഞു, പലരോടും പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കാമോ? പക്ഷേ പലരും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, നാളെ സഹായിക്കാം. പക്ഷേ സൗഖ്യം പ്രാപിച്ച് കഴിയുമ്പോൾ അവർക്ക് അവിടെ കിടക്കാനല്ല നേരം, മറിച്ച് വീട്ടിൽ പോകും. ആ പറഞ്ഞവരാരും പിന്നെ ഇല്ല. സഹായിക്കുമെന്ന് പറഞ്ഞവരാരും വരത്തില്ല, സഹായിക്കാമെന്ന് പറഞ്ഞവരാരും ഒരു അടുക്കലെത്തുന്നില്ല. കൈവിട്ടു തകർച്ച, പരാജയം എല്ലാം സംഭവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് എൻ്റെ യേശു വന്നിട്ട് ചോദിക്കുക. കണ്ടു, മനുഷ്യനെ അറിഞ്ഞു, തമ്പുരാഞ്ചിൽ തീരുമാനിച്ചു കഴിഞ്ഞു, ഇന്നവനെ എഴുന്നേക്കണം. ആമേൻ. ആ തീരുമാനം യേശുവിൻ്റെ ഉള്ളത്തിനോട്. അതുകൊണ്ട് യേശു വന്നിട്ട് ചോദിക്കുക, ഇവനോട് ഒറ്റ ചോദ്യം ചോദിക്കുക, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അല്ല, എന്നെ വല്ല ചിന്തിപ്പിച്ചൊരു ചോദ്യമായിരുന്നത്. എല്ലാവരോടും കർത്താവ് അങ്ങനെ ചോദിച്ചിട്ടില്ല, മറിച്ച് ഈ വ്യക്തിയോട് എൻ്റെ കർത്താവ് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ ഒരു ചോദ്യത്തിൻ്റെ പ്രാധാന്യം എന്തുവാ? നമ്മൾ ഒരു കൊച്ചുദാഹരണം നമ്മൾ ചിന്തിച്ചു. നമ്മൾ പനി പിടിച്ചു. അപ്പോൾ എനിക്ക് പനി പിടിച്ചു എന്ന് ചിന്തിക്കുക. പനി വന്ന് ഞാനിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് പോയി ചിന്തിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഡോക്ടറെ കാണാൻ പോവുക, ഡോക്ടറെ അടുത്ത് പനി എന്ന് പറഞ്ഞു. ഡോക്ടർ തിരിച്ച് എന്നോട് ചോദിക്കുക, സുഖമാകണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? ആ ചോദ്യത്തിൽ എന്തർത്ഥമിരിക്കുന്നു? കാരണം ഞാൻ ഡോക്ടറെ കാണാൻ പോയത് അതിനാ, സുഖമാകാൻ വേണ്ടിയാണ്. ഈ യേശു ഈ മനുഷ്യൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, സൗഖ്യമാകണമെന്ന് നിനക്ക് മനസ്സുണ്ടോ? എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? യേശുവിനൊരു കാര്യം അറിയണം. അതോ എന്നും ഈ കിടപ്പാനാണോ? അതോ എന്നും ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? താല്പര്യം ഉണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകൽ ചെയ്യാൻ പോവുക. യെസ്. എൻ്റെ ചോദ്യത്തിന് മറുപടി നിൻ്റെ ഉള്ളിനകത്തൊന്ന് വരട്ടെ. വെറുതെ അതിനെ തുറന്ന് പറയാനല്ല. കർത്താവ്, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നന്മ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ബാധ്യത മാറണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ വിഷയത്തിന് പരിഹാരം വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നോടൊപ്പം ചേർന്ന് ഇന്ന് പകൽ നിനക്ക് പറയാൻ പറ്റുമോ? യേശു ചോദിക്കുന്നത് അതോ ഇങ്ങനെയൊക്കെ കിടന്നാൽ മതിയോ? 38 ആണ്ട് കിടന്നല്ലയോ, ബാക്കിയുള്ള കാലം കൂടി ഇങ്ങനെ കിടന്നോളൂ? അതോ സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഈ പകൽ കഴിഞ്ഞാൽ പറയട്ടെ, മനസ്സുണ്ടോ എന്നതാണ് യേശുവിൻ്റെ ചോദ്യം. പലപ്പോഴും നമ്മൾ പറയുന്ന നേരെ തിരിച്ചാൽ, ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ താ, അത് വിട്ടേരെ. അതല്ല ദൈവം നിന്നോട് ചോദിക്കുന്നത്. ദൈവത്തിന് മനസ്സുണ്ട്. 2000 വർഷങ്ങൾക്കും മനസ്സുള്ളതുകൊണ്ടാ അവിടെ വിട്ട് യേശു ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അതെന്തിനാ? ദൈവത്തിന് മനസ്സുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി ദൈവത്തിൻ്റെ മനസ്സ് ആരും അങ്ങോട്ട് ചോദിക്കണ്ട, മറിച്ച് ദൈവം ഇങ്ങോട്ട് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? ആമേൻ. മനസ്സിലാകുന്നു? ഈ പകൽക്കാരൻ കർത്താവിന് മനസ്സുള്ളതുകൊണ്ടാ തൻ്റെ പുത്രനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേ. ഒന്നിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് മനസ്സുണ്ടോ? മറുപടി നീ കൊടുക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ കൊടുക്കട്ടെ മറുപടി. എന്താ തമ്പുരാൻ പറയുന്നത്? നിനക്ക് മനസ്സുണ്ടോ? അതാണ് യേശു ചോദിച്ചു. 32 കിടന്നുകൊണ്ട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ ഒരു വീട്ടിലിങ്ങനെ പ്രേയറിന് വേണ്ടി കടന്നു പോയപ്പോൾ വലിയൊരു ഫാമിലിയാണ്, നല്ല നിലവാരങ്ങളിലിരിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിനകത്ത് ചെന്നപ്പോൾ വലിയ പ്രശ്നങ്ങളാണ്, പരസ്പരം അങ്ങോട്ടേക്ക് വലിയ വിഷയങ്ങളാണ്. അപ്പൻ, മക്കൾ, അമ്മ തുടങ്ങിയവരെല്ലാം വീട്ടിനകത്തുണ്ട്. പക്ഷേ ആരും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാറില്ല. വലിയ വലിയ വിഷയങ്ങൾ. അപ്പനും മക്കളും സംസാരിച്ചിട്ട് വർഷങ്ങളായി. അവൻ പരസ്പരം ഭിന്നത, പിണക്കം, അസ്വസ്ഥത, ബഹളം, മദ്യപാനം, ഇങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങൾ. എന്നാലും ഞങ്ങളിങ്ങനെ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് അപ്പനും മക്കളും ഒക്കെ തമ്മിൽ ഇങ്ങനെ പെട്ടെന്ന് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ റൈസായി സംസാരിക്കാനിടയിൽ നമുക്ക് സംഗതി വഷളാകാൻ പോവുക, ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നൊരു തോന്നുന്നു. പെട്ടെന്ന് ഞാനിങ്ങനെ അവരോട് സംസാരിച്ചു, പിന്നെ മറ്റൊന്നും സംസാരിക്കേണ്ട,
ഞാൻ ആ ഭവനത്തിലെ പിതാവിനോട് ചോദിച്ചു, കുടുംബം രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അന്നേരം പുള്ളി പറഞ്ഞൊരു വിഷയം ഇങ്ങനെയാണ്, എനിക്ക് താല്പര്യമൊന്നുമില്ല, ദൈവം ഉണങ്ങി ചെയ്യട്ടെ. ഞാൻ ആ ചോദ്യം പിതാവിനോട് വിട്ടിട്ട് അടുത്ത മകനോട് ചോദിച്ചു, തിരിച്ചറിവുള്ള മകനോട് ഞാൻ ചോദിച്ചു, കുടുംബം രക്ഷപ്പെടണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? അന്നേരം മകനും പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ദൈവം ഉണങ്ങി ചെയ്തോട്ടെ. മനുഷ്യ, നിൻ്റെ മറുപടിയാണ് ഇന്ന് പകൽ ദൈവം ചോദിക്കുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നല്ല നമ്മൾ പറയണ്ടേ, ദൈവത്തിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ദൈവം ഇറങ്ങി വന്നേ. പക്ഷേ ഇന്ന് ദൈവം നിന്നോട് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ഉത്തരം പറയണം, കർത്താവേ, എന്നും ഇങ്ങനെ കിടന്നാൽ പോരാ, എനിക്ക് രക്ഷപ്പെടണം. എന്നും ഇങ്ങനെ നശിച്ചാൽ പോരാ, എനിക്ക് രക്ഷപ്പെടണം. തകർന്നാൽ പോരാ, എനിക്ക് രക്ഷപ്പെടണം. എന്നും രോഗിയായിരുന്നാൽ പോരാ, എനിക്ക് സൗഖ്യമാകണം. ഈ പകൽക്കാലം നിനക്ക് ഈ വചനം കേൾക്കുന്ന നിനക്ക് ആ വാക്കൊന്ന് ചേർന്ന് പറയാൻ പറ്റും, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. നിൻ്റെയൊക്കെ മനസ്സുണ്ടെങ്കിൽ തമ്പുരാനാ പറയുന്നേ, നീ സൗഖ്യമാകാൻ പോവുക. ഏത് ദിവസം ചിന്തിച്ച് വയ്ക്കും, നമുക്കറിയാം, മനസ്സുണ്ടെങ്കിൽ യേശു ചെയ്യാൻ പോവുക, സൗഖ്യമാക്കുക. മനസ്സില്ലെങ്കിലോ കർത്താവിനൊന്നും ചെയ്യാനില്ല. അനങ്ങാൻ പറ്റാതെ കിടക്കുക, ഒരേ കിടപ്പാണ്, പക്ഷപാതം പോലെ കൈ കാലം അനങ്ങാതെ കിടക്കുകയാണ് ചിന്തിക്കുക. ഈ മനുഷ്യന് സൗഖ്യമാകാൻ മനസ്സില്ല. കാരണം എന്നും ഉച്ചയ്ക്ക് കിട്ടുന്ന ഊണും സൗഖ്യം പ്രാപിച്ച് പോകുന്നവർക്ക് കൊടുക്കുന്ന നാണയത്തുട്ടുകൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ ഇദ്ദേഹത്തിന് എന്നും കിടന്നാൽ മതി, എനിക്കിനി പേടിച്ച് പോകണമെന്ന് ആഗ്രഹമില്ല എന്നാണ് ഈ മനുഷ്യൻ്റെ ചിന്തയെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ടുവന്ന് രണ്ടുപേരും രണ്ട് കൈക്ക് പിടിച്ച് ഒരാൾ നടുവിനും പിടിച്ച് പൊക്കി നിർത്തിയാലും ഈ മനുഷ്യൻ എഴുന്നേക്കില്ല. കാരണം എഴുന്നേക്കണമെന്ന മനസ്സില്ല. ഈ മനുഷ്യൻ കിടന്നാൽ മതി. അതുകൊണ്ട് ആരംഭത്തിലേക്ക് കഥ ചോദിക്കുന്നത്, മനസ്സുണ്ടെങ്കിൽ മാത്രം ഞാൻ ചിലത് ചെയ്യും. മനസ്സില്ലാത്തവനെ പിടിച്ച് പൊക്കി നിർത്തിയാൽ പിന്നെയും കിടക്കും. ഇപ്പോൾ കിട്ടുന്നു നിങ്ങൾക്ക്? മനസ്സില്ലാത്തവനെ പിടിച്ച് പൊക്കി നിർത്തി 2 മിനിറ്റ് അല്ല 10 മിനിറ്റ് നിർത്തി വെച്ചിട്ട് പിന്നെയും കൈവിട്ട് എന്ത് ചെയ്യും? പിന്നെയും കിടക്കാൻ അവന് മനസ്സില്ല എഴുന്നേക്കാൻ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചോദിക്കുക, മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ പത്രോസിൻ്റെ ആവശ്യം വേണ്ട, ഉണ്ടെങ്കിൽ യോഹന്നാൻ കൈവയ്ക്കണമെന്നില്ല, ഉണ്ടെങ്കിൽ അപ്പോസ്തലന്മാർ വരണമെന്നില്ല, ഉണ്ടെങ്കിൽ ഒരു പാസ്റ്റർ വരണമെന്നില്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വചനം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുക. എൻ്റെ വാക്കു മതി, നീ ചലിക്കും. മനസ്സുണ്ടെങ്കിൽ എൻ്റെ വാക്കു മതി, എൻ്റെ ശബ്ദം മതി. പിടിച്ചിളക്കാൻ ആരും വേണ്ട, പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും വരണ്ട. മനസ്സുണ്ടെങ്കിൽ, തിരിച്ചറിയുന്നുണ്ടോ? ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, മനസ്സുണ്ടെങ്കിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുക. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ ആ വിടിവിക്കപ്പെടാൻ നിനക്കൊരാഗ്രഹമുണ്ടോ? ചോദിക്കുക കർത്താവ്, നിനക്ക് മനസ്സുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ചർച്ചിലെ ഒരു ഫാമിലി പ്രേയറിന് വേണ്ടി കടന്നു വരാനിടയായി. അങ്ങനെ അവർ അങ്ങനെ യേശുവിനെ വലുതായിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ പലവിധമായ രീതികളിലൂടെ നടക്കുന്നൊരു കുടുംബം. വരാനുള്ളൊരു കാരണം, അവരുടെ മകന് 16 വയസ്സായി. 16 വയസ്സായ മകന് ഷുഗർ സംബന്ധമായ അസ്വസ്ഥത. ഷുഗർ സംബന്ധമായ അസ്വസ്ഥത ഈ മകനെ പിടിച്ചിട്ട് 13ാമത്തെ വയസ്സിൽ പിടിച്ചതാണ്. തന്നെ ഈ 16 വയസ്സുകാരൻ ഡെയിലി ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഈ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി. മന്ത്രങ്ങൾ ചെയ്തു, കർമ്മങ്ങൾ ചെയ്തു, നേർച്ചകൾ കൊടുത്തു, പല വഴിപാടുകൾ പല ദൈവങ്ങൾക്കും നേർന്നിട്ടും ഒരു വിടുതലുമില്ല, ഒരു സൗഖ്യവുമില്ലാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 16 വയസ്സുകാരൻ ഈ ഷുഗർ പിടിച്ച് ഇൻസുലിൻ കുത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സഹോദരിയുടെ അടുത്ത് മറ്റൊരു സഹോദരി പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രയർ ഹാളുണ്ട്, നീ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. അങ്ങനെ ഈ സഹോദരി തൻ്റെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ മീറ്റിങ്ങിൽ കടന്നു വന്നു. ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, കണ്ണൊക്കെ തുറന്നു വെച്ചുകൊണ്ട് നിൽക്കുക. എങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എന്തു പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ആരോട് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് വിളിച്ചിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കണം, ദൈവം നിന്നെ തൊടാൻ പോവുക, നിൻ്റെ മേൽക്കുന്ന പൈശാചിക ചില ശക്തികളുണ്ട്. ദൈവം എന്നോട് പറഞ്ഞു, ചില കൊണ്ടും കൊടുത്താടിയും വരുന്ന ചില കുല ദൈവങ്ങൾ പോലെ ചില പാരമ്പര്യ ശക്തികൾ ഇവരെ ഈ കുഞ്ഞിന് വേണ്ടി അവകാശം പറഞ്ഞ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണം, വിട്ടുകൊടുക്കത്തില്ല, ലോകത്തിന് കൊടുക്കത്തില്ല, മറിച്ച് ആ ദൈവങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, കുഞ്ഞിന് വാദിക്കുന്നൊരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ കുഞ്ഞിനെ തൊട്ടു. പെട്ടെന്ന് ആ കുഞ്ഞ് സുബോധം നഷ്ടപ്പെട്ട കുഞ്ഞങ്ങ് നിലത്ത് വീണു. കുഞ്ഞിൻ്റെ അമ്മ ഇത് കണ്ടിട്ട് കണ്ണിൽ കൂടെ ധാരധാരയായി കണ്ണുനീർ, എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ ഇങ്ങനെ കണ്ണുനീർ വീഴ്ത്തുക. അമ്മ പേടിക്കാനൊന്നുമില്ല, ഇവൻ്റെ മേൽ കിടക്കുന്ന ദുർശക്തികൾ ഇവന് വേണ്ടി അവകാശം പറഞ്ഞ് ശരീരങ്ങൾ വിട്ട് മാറുകയാണ്. അമ്മ അത്ഭുതപ്പെട്ടു പോയി. 3 വർഷം ചെയ്യാത്ത കർമ്മങ്ങളില്ല, ചെയ്യാത്ത പൂജകളില്ല, ചെയ്യാത്ത നേർച്ചകളില്ല, അന്നൊന്നും സംഭവിക്കാത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മേൽ സംഭവിച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന് മനസ്സുണ്ടെങ്കിൽ കർത്താവ് തൊടും.
അന്നേരം മനസ്സ് വെച്ചു കർത്താവ് അവരെ തൊട്ടു. ഞാൻ ഇങ്ങോട്ട് വരട്ടെ, സമയം പോരാത്തതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതാ യേശു ചോദിക്കും, മനസ്സുണ്ടോ? യേശു ചെയ്യും. മനസ്സില്ലോ? കർത്താവ് ഒന്നും ചെയ്യാനില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളും പല വിഷയങ്ങളിൽ അകപ്പെട്ടിരിക്കും, പല സാഹചര്യങ്ങളിലും പല മേഖലയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരായിരിക്കും. പക്ഷേ യേശു ചോദിക്കുന്നു, മനസ്സുണ്ടോ? ഇന്ന് പോലെ യേശു വിടുവിക്കാൻ പോകും. മനസ്സുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേരും ഒന്ന് പിടിച്ചു നിർത്താൻ ആവശ്യമൊന്നുമില്ല. മനസ്സുണ്ടെങ്കിൽ യേശുവിനെ അറിയാം. ഒരു വാക്ക് മതി. എന്താ ഇവിടത്തേക്ക് പറഞ്ഞ് കർത്താവ് പറഞ്ഞ് അവൻ്റെ അടുക്കൽ നിന്നിട്ട് അവനെ കർത്താവ് എന്നാ പറഞ്ഞ്, മനസ്സുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, എന്നെ സഹായിപ്പാൻ ആരും ഇല്ലെന്നേ ഉള്ളൂ, എനിക്ക് മനസ്സുണ്ട്. എന്നും ഇങ്ങനെ കിടക്കണമെന്നല്ല എൻ്റെ ആഗ്രഹം, എന്നും ഇങ്ങനെ നശിക്കണമെന്നല്ല എൻ്റെ ആഗ്രഹം, എനിക്ക് മനസ്സുണ്ട്. ആമേൻ. ഈ മനസ്സുള്ള മനുഷ്യനോട് യേശു എന്നാ പറഞ്ഞേ? എഴുന്നേറ്റ്. എൻ്റെ വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ. 8-ാമത്തെ വാക്യം, യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഒറ്റ വാക്ക്, ഞാൻ നിൻ്റെ കൈക്ക് പിടിക്കുന്നില്ല, ഞാൻ നിന്നെ താങ്ങുന്നില്ല, മറിച്ച് എന്താ പറഞ്ഞേ? മനസ്സുണ്ടെങ്കിൽ എഴുന്നേൽക്കുക, കിടക്കയെടുത്ത് നടക്കുക. ഈ പകൽക്കാലം ശ്രദ്ധിക്കണേ, എൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു മനസ്സുണ്ടോ? എനിക്കെങ്ങനെ കിടന്നാൽ പോരെ, എനിക്ക് യേശു എന്നെ സൗഖ്യമാക്കും, യേശുവിൽ സൗഖ്യമുണ്ട്, യേശു എനിക്ക് വിടുവിക്കപ്പെടണം ആഗ്രഹമുണ്ട്, ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ആരും കൈക്ക് പിടിക്കണമെന്നൊന്നുമില്ല. ഈ വചനം ഇപ്പോൾ നിന്നെ സൗഖ്യമാക്കും. പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെ ചലിക്കുന്ന ദൈവവചനം ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, സൗഖ്യം സംഭവിക്കാൻ പോവുക, സൗഖ്യം നിൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. ബൈബിൾ ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായി തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധി മജ്ജകളെ തുളച്ച് അകത്തോട്ട് ചെല്ലുവാൻ കഴിവുള്ളത്. ആമേൻ. അത് നോക്കണമേ, ചിന്തകളെയും ഭാവങ്ങളെയും വരെ വിവേചിച്ച് ഉള്ളി കടക്കാൻ കഴിയുന്നതുമായി ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ പോവുക, ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ചലിക്കുവാൻ പോവുക, ആന്തരിക അവയവങ്ങളിലൂടെ പാസ് ചെയ്യാൻ പോവുക. ആ വചനത്തിൻ്റെ ശക്തി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സൗഖ്യമായി പരിണമിക്കാൻ പോവുക. രോഗം സൗഖ്യമാകാൻ പോവുക, ബലഹീനതകളുടെ ശരീരങ്ങൾ വിടാൻ പോവുക, ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ, ഇരുട്ട് മൂടുന്ന ആ ശക്തികൾ നിങ്ങളുടെ ശരീരങ്ങളെ വിടാൻ പോവുക. ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, ഇരുട്ട് മൂടിയ മണ്ഡലങ്ങൾ, ദുർസ്വപ്നങ്ങളെ കണ്ട് ഭയക്കുന്ന തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മാറിപ്പോട്ടെ. അപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക, വിടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. യെസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ മനുഷ്യനോട് യേശു എന്നാ പറഞ്ഞേ? എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക, കിടക്കയെടുത്ത്. ആമേൻ. ഉടനെ മനുഷ്യൻ ചാടി എഴുന്നേറ്റ്. ഇന്നലെ വരെ ഞാൻ കിടന്നു എന്ന ഈ മനുഷ്യൻ്റെ ചിന്തയില്ല. വിശ്വാസത്തോടെ യേശുവിൻ്റെ വാക്ക് മനുഷ്യൻ്റെ അകത്ത് കയറിപ്പോയി. ഇവൻ കിടക്കയെടുത്ത് നടന്നു, കിടക്കയെടുത്ത്. ഈ പകൽക്കാലം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ വചനം നിങ്ങളുടെ അകത്ത് ചെല്ലുമ്പോൾ തന്നെ ആമേൻ, ഇന്നലെ വരെ നിങ്ങൾ കിടന്ന കിടക്ക നിങ്ങൾ ചുരുട്ടാൻ പോവുക, നിങ്ങൾ ചുരുട്ടാൻ പോവുക. ആരും വേണ്ട, ഒറ്റയ്ക്ക്. ആമേൻ. രാവിലെ നിൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നീ രോഗിയായി കണ്ടിരിക്കാം. തിരിച്ചു വരുമ്പോൾ ആ രോഗിയായിട്ടല്ല നിന്നെ കാണുന്നത്, നീ പ്രസന്നമായ മുഖത്തോടെ നിൽക്കാൻ പോവുക. ആമേൻ. രാവിലെ നിൻ്റെ മക്കൾ നിന്നെ വിട്ടിട്ട് പോകുമ്പോൾ അവർ കണ്ടിരിക്കാം നീ കരഞ്ഞുകൊണ്ടിരുന്നത്. തിരിച്ചു വരുമ്പോൾ കരച്ചിൽ മാറാൻ പോവുക. ഈ ടൈം ഒരു വിടുതലിൻ്റെ ടൈമാണ്, ഈ ടൈം ഒരു സൗഖ്യത്തിൻ്റെ ടൈമാണ്, ഈ ടൈം ഒരു സന്തോഷം പ്രാപിക്കുന്ന ടൈമാണ്. മനസ്സുള്ളവൻ വിടുവിക്കപ്പെടുന്ന ടൈമാണ്, മനസ്സുള്ളവൻ വിടുവിക്കപ്പെടുന്ന ടൈമാണ്. രാവിലെ കണ്ടതുപോലല്ല, ഇച്ചിരി നേരം കഴിയുമ്പോൾ ചില വിടുതൽ വെളിപ്പെടാൻ പോവുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ ടൈം ആ വിടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ടൈമാകട്ടെ. ജസ്റ്റ് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ വരട്ടെ. വിശ്വസിക്കുക. റൈറ്റ് നൗ യേശുവിനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല, യേശുവിനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. ഇപ്പോൾ അവൻ്റെ ശക്തി ഈ വചനത്തിലൂടെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ 38 ചരിത്രം തിരുത്തിക്കൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. അവൻ്റെ കിടക്കയെ അവൻ മടക്കി പൊക്കിയെടുത്തുകൊണ്ട് പുറത്തു കൊണ്ടെറിഞ്ഞിട്ട് അവൻ വീട്ടിൽ പോയെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ ചിലതിനെ പൊക്കിയെടുത്ത് പുറത്തെറിയുന്ന ഒരു ദൈവശക്തി എൻ്റെ കൈകളിലേക്ക് വ്യാപരിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം എന്നോടൊപ്പം ചേർന്ന് പറയാം, കർത്താവേ, മനസ്സുണ്ട്, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, സൗഖ്യമാകണമെന്ന് ആഗ്രഹമുണ്ടപ്പാ. പറയാമോ? എന്നോടൊപ്പം ചേർന്നൊന്ന് പറയാം, കർത്താവേ, എനിക്ക് താല്പര്യമുണ്ട്, നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, മദ്യപാനം വിടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പുകവലി മാറ്റണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, കഞ്ചാവ് വലിക്കുന്നത് മാറ്റണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, രോഗം സൗഖ്യമാകണമെന്ന് എനിക്ക് മനസ്സുണ്ട്, കർത്താവ്, പാപം ഉപേക്ഷിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, അവിഹിത ബന്ധങ്ങൾ വിടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, വേണ്ടാത്തത് വിടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, മനസ്സുണ്ട്. കർത്താവ്, ഇപ്പോൾ ആ മനസ്സുള്ളവൻ്റെ മേലെ ദൈവശക്തി ഇറങ്ങട്ടെ. റൈറ്റ് നൗ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ്, നിൻ്റെ മകത്വം ആ മക്കളെ സ്പർശിക്കട്ടെ. കരയുന്ന ചിലരുണ്ട് കർത്താവേ, ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അവരുടെ ഉള്ളങ്ങളിലേക്ക് ആ വചനം സ്പർശിക്കട്ടെ. റൈറ്റ് നൗ കർത്താവ്, ഇപ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തിയിൽ അവർ സ്വാതന്ത്ര്യമാകട്ടെ. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ പിടിച്ചു വയ്ക്കുന്ന ശക്തികൾ, ഇരുട്ട് അവരുടെ ശരീരങ്ങളിൽ നിന്ന് മാറട്ടെ. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് മാറട്ടെ, കുടുംബങ്ങളിൽ നിന്ന് മാറട്ടെ.
കർത്താവെ, രോഗശൈലിയിൽ കിടക്കുന്നവരുണ്ട് കർത്താവെ. അമ്മ നല്ല ആരോഗ്യത്തോടെ നിന്ന് പെട്ടെന്ന് രോഗിയായി ചില പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുക കർത്താവെ. അവരുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. കിഡ്നി സംബന്ധമായ രോഗം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ആ വിടുതലുകളോട് സംഭവിക്കട്ടെ കർത്താവെ. ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ തന്നെ ചലിക്കട്ടെ. എഴുന്നേക്കത്തിൽ നിന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞത് കർത്താവെ, ഇനി ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന വൈദ്യന്മാർ വിധി എഴുതിയത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടന്നുറങ്ങട്ടെ കർത്താവെ. ദൈവമഹത്വം ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമോർ അനുഭവിക്കട്ടെ. മനസ്സുള്ളവർ എഴുന്നേൽക്കട്ടെ കർത്താവെ. ഞാൻ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു, സൗഖ്യത്തെയായി കൽപ്പിക്കുന്നു, പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമത്തപ്പെടട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. ആ പ്രയർ ലൈനുണ്ട്, ആ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. അതിലുപരി വാട്സാപ്പ് നമ്പറുണ്ട്, നിങ്ങളുടെ പ്രയർ മാറ്റർ അതിൽ എഴുതി വിട്ടാൽ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാനിടയെത്തീരും. ഈ എപ്പിസോഡുകൾ തുടർന്നുള്ള നാളുകൾ ആർക്കും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമാണെങ്കിൽ ദൈവം നിങ്ങൾ ഓർക്കുക. അത് നിങ്ങളെ ആ താഴത്തെ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ മാനിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡ് കാണും വരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.